ആകാശപ്പണ്ടൽ പണിഞ്ഞവനെ അമ്പിളിക്കിണ്ണം മെലിഞ്ഞവനെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ. യൂണിറ്റ് കൺവെൻഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർന്നത്. നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനങ്ങളും കഴിഞ്ഞ് അതിൻ്റെ ഒരു റിപ്പോർട്ടിൽ അതിലെ തീരുമാനങ്ങളും അതിലെ നടപടിക്രമങ്ങളും നമ്മുടെ സാധാരണ അംഗങ്ങളിൽ എത്തിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടി അടുത്ത പ്രക്ഷോഭ പരിപാടികൾ എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ചുമെല്ലാം സംസ്ഥാന സമ്മേളനം എടുത്ത തീരുമാനങ്ങൾ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഇന്നേ ദിവസം ഈ കൺവെൻഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ പുതിയതായി അംഗങ്ങൾ നമ്മുടെ മെമ്പർഷിപ്പിലേക്ക്, അതായത് റിട്ടയർ ചെയ്ത പുതിയതായി വന്ന നമ്മുടെ അംഗങ്ങളെ ആദ്യം സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് 5 പേരെ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു 4-5 പേരെ കൂടി ചേർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പുതിയ അംഗങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ ഈ കൺവെൻഷൻ 28 നമ്മുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. അതിൽ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ തന്നെ ആ സമ്മേളനം, കാരണം ഇലക്ഷൻ ഏതാണ്ട് കഴിഞ്ഞേക്കണ ഒരു പ്രത്യേക വോട്ട് എണ്ണീക്കില്ല, ഒരു അനിശ്ചിതാവസ്ഥയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിശ്ചയിച്ചൊറ്റ രീതിയിൽ തന്നെ ആ സമ്മേളനം നമ്മൾ ഭംഗിയാക്കി നടത്തി. എന്തായാലും വളരെ നല്ലൊരു ജനപങ്കാളിത്തം തന്നെ ആ സമ്മേളനത്തിൽ പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണെങ്കിലും വളരെ നല്ല ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയതിൽ യൂണിറ്റിനും വളരെ നല്ല ഒരു അംഗസംഖ്യ അതിൽ പങ്കെടുത്തു. അപ്പൊ ആ സമ്മേളനത്തിലെ ലക്ഷ്യങ്ങളും അതിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് താഴെത്തട്ടിലുള്ള സാധാരണ പെൻഷൻ കുടുംബാംഗങ്ങളെ അറിയിക്കണം എന്നൊരു ജനാധിപത്യ മര്യാദയിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൺവെൻഷൻ എല്ലാ വർഷവും നമ്മൾ വിളിച്ചത്. കഴിഞ്ഞ 30 വർഷത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ കാര്യങ്ങൾ അണികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൽ എടുത്തത് എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുമാണ് ഈ കൺവെൻഷൻ നമ്മൾ വിളിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളെ വരുന്ന അടുത്ത എല്ലാവർക്കും വേണ്ടി വയോജന ദിനം, ഓണാഘോഷം, പിന്നെ നമ്മുടെ യൂണിറ്റ് തെരഞ്ഞെടുപ്പ്, ജനക്കൂടിപ്പിക്കും, അങ്ങനെയൊക്കെ 2-3 പുതിയത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പരിപാടിയുടെ തുടർച്ച നമ്മളിങ്ങനെ കഴിഞ്ഞ വർഷത്തെ പരിപാടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള എന്തെല്ലാം പ്രമേയങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടെ ബന്ധപ്പെട്ട നേതാക്കൾ എത്തിയിട്ടുണ്ട്. 34ാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ മെയ് മാസം 18 മുതൽ 21 മുതൽ കോഴിക്കോട് വെച്ച്. ഈ സമ്മേളനത്തിൽ 2 റിപ്പോർട്ടുകളാണ് സംസ്ഥാന കമ്മിറ്റി കൗൺസിലേഴ്സിന് മുമ്പാകെ ചർച്ചയ്ക്കായി അവതരിപ്പിച്ചത്. ഒന്ന്, 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ഒരുമിച്ച റിപ്പോർട്ടാണ്. അത് വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇതിനകത്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയുടെ മറുപടി ചോദ്യത്തിന് ശേഷം ഇവിടെ 2 സമ്മേളനം അംഗീകരിച്ചു. മറ്റൊന്ന്, സംഘടന രേഖ എന്ന പേരിലുള്ള ജനറൽ സെക്രട്ടറീസ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അന്തർദേശീയ, ദേശീയ, പ്രാദേശിക പ്രശ്നങ്ങളാണ് അതിനകത്ത് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ച നമ്മുടെ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട്. സമ്മേളന ഈ പരിപാടിക്ക് അവസാനം ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 10 ഔദ്യോഗിക പ്രമേയങ്ങളും 23 മറ്റ് പ്രമേയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയങ്ങൾ നമ്മുടെ ജൂൺ മാസത്തെ മാസികയിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്ന് വായിക്കണം. കാരണം ഈ പ്രമേയത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളാണ് പിന്നീട് നമ്മുടെ ഡിമാൻഡുകളായി രൂപപ്പെടുന്നത്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി
ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895